ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കസറുകയാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഓപ്പറേഷൻ സിന്ദൂർ വന്നു. ഓപ്പറേഷൻ സിന്ദൂർ വന്ന ശേഷം നരേന്ദ്രമോദി ശക്തമായ നിലപാടെടുത്തു, ശക്തമായി തിരിച്ചടിച്ചു. 2014 മുമ്പ് സാർ മർ രഹാ ഹൈ, സാർ മർ രഹാ ഹൈ, ഓർഡർ കൊടുക്കൂ സാർ എന്ന് പറയുമ്പോൾ മരിച്ചോ എന്ന് പറയുന്ന ഒരു സർക്കാരായിരുന്നു. അതിനുശേഷം മോദി വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഭായ് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോളൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് എന്ന് പൊതുജനങ്ങൾ തന്നെയാണ് പറയുന്നത്. വളരെ വൈറലായിട്ടുള്ള ഒരു ബൈറ്റാണ് ഇത് ഞാൻ പറഞ്ഞത്. അപ്പോൾ നരേന്ദ്രമോദി അവിടെ കസറി. അതിനുശേഷം G7 ഉച്ചകോടി, അത് കാനഡയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു നരേന്ദ്രമോദിയെ വിളിക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബിജുചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നരേന്ദ്രമോദി എവിടെ ചെന്നാലും പഴയ പോലെ ലോകരാജ്യത്തെ നേതാക്കന്മാർ നരേന്ദ്രമോദിയെ ഒന്ന് ട്രീറ്റ് ചെയ്യാനായിട്ടുണ്ടല്ലോ ഒരു വിമുഖത കാണിക്കുന്നുണ്ട് എവിടെയോ. കാരണം ഈ ഈ സിന്ദൂറിന് ശേഷമുള്ള നരേന്ദ്രമോദി വേറൊരു നരേന്ദ്രമോദിയാണ്. കാരണം മോദിക്ക് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്ന് ലോക രാജ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ മോദി ആരുടെയും എന്താ പറയുക ഒരു ചർച്ചയ്ക്കും വഴങ്ങുന്നില്ല. ഇന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇന്ത്യക്ക് മേലൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല, ഞങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത് പാകിസ്ഥാന്റെ മേലെയാണ്, നിനക്കൊക്കെ ജീവൻ വേണമെങ്കിൽ വേഗം പോയി കാല് പിടിച്ചോ എന്ന് പറഞ്ഞു. അതിന്റെ ഒരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല. അപ്പോൾ നരേന്ദ്രമോദി എവിടെ ചെന്ന് കഴിഞ്ഞാലും നേരത്തെ നരേന്ദ്രമോദി ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്ന നേതാക്കന്മാരൊക്കെ എനിക്ക് തോന്നിയതാണ്, സത്യമാണോ എന്ന് അറിയില്ല, ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി ഒരു ഗ്യാപ്പ് ഇട്ടാണ് നിൽക്കുന്നത്. നരേന്ദ്രമോദിയെ ഓടിച്ചെന്ന് മറ്റേ ചങ്കും ചങ്കുമായിട്ട് കയ്യൊക്കെ അടിച്ച് കെട്ടിപ്പിടിക്കുകയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ മെലോണി പറഞ്ഞത്, നിങ്ങൾ വളരെ ബെസ്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. G7 ഉച്ചകോടിയിലാണ്, എനിക്ക് നിങ്ങളെപ്പോലെ ആവണമെന്നാണ് ആഗ്രഹം. മെലോണി ആരാണ്? ഇറ്റലിയുടെ ഭരണാധികാരിയാണ്. അവര് വന്ന് നരേന്ദ്രമോദിയോട് പറയുകയാണ്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ G7 ഉച്ചകോടിക്ക് അവിടെ ചെന്നപ്പോ തൊട്ടപ്പുറത്ത് അമേരിക്കയാണല്ലോ, കാനഡയുടെ. അപ്പോൾ ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞു, മോദി ഒന്ന് നമ്മുടെ നാട്ടിൽ കൂടെ ഒന്ന് വന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. ട്രംപ് അറിയാലോ, നരേന്ദ്രമോദിയുടെ മൈ ഫ്രണ്ട്, ഉറ്റ ചങ്ങാതിയാണ്. മോദിക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ്. പക്ഷെ നരേന്ദ്രമോദി കയറിയില്ല. നരേന്ദ്രമോദി ആ ക്ഷണം നിരസിച്ചു. മോദി എന്തുകൊണ്ടാണ് കയറാത്തത് എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ട് യഥാർത്ഥത്തിൽ. അപ്പോ മോദി അവിടെ കയറാത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ ആർക്കും വ്യക്തമല്ല. കാരണം മോദി ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും പാഴാക്കാത്ത വ്യക്തിയാണ്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഭരണാധികാരിയാണ് വിളിക്കുന്നത്. അപ്പോ ഇപ്പൊ നമുക്കറിയാം, സൈപ്രസിൽ പോയി, ക്രൊയേഷ്യയിൽ ആദ്യമായിട്ട് എത്തുന്ന പ്രധാനമന്ത്രിയാണ്. നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലേക്ക് പോകുന്നത്. സൈപ്രസിൽ നരേന്ദ്രമോദി പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇവിടെ തുർക്കി കശ്മീരിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈപ്രസിൽ തുർക്കിയുടെ അതിർത്തിയിൽ ചെന്നിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പഠിക്കാനായിട്ട്. അതും ഒരു അജിത് ഡോവലിനെ പറഞ്ഞു വിടേണ്ട കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേധാവികളെ പറഞ്ഞു വിടേണ്ട ആവശ്യമുള്ളൂ. അവിടെ പോയി നരേന്ദ്രമോദി നിൽക്കുകയാണ്. ഒരു കണ്ണാടിയൊക്കെ വെച്ച്, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു, അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കാണുന്ന എർദോഗന്റെ നെഞ്ചിടിക്കുകയായിരിക്കും എന്നാണ് പല ട്രോളുകളും ഞാൻ കണ്ടത്. ഇയാൾ ഇത് എന്തോന്നാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്, നമ്മളെ രാജ്യത്ത് നോക്കിയാണല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ മോദി ഈ സംഭവം നിരസിച്ചപ്പോൾ അത് വലിയ വാർത്തയായി. പിന്നെ വേറൊരു ആംഗിൾ ഇതിനകത്തുള്ളത് ചോദിച്ചേട്ടാ, ഈ സംഭവം നരേന്ദ്രമോദി നിരസിച്ചതിന്റെ ആ ദിവസം അസീം മുനീർ അമേരിക്കയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേറെ നമ്മൾ മനസ്സിലാക്കിയ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പൊ അസീം മുനീർ ഉണ്ടായിരുന്നു അവിടെ, ട്രംപ് വിളിച്ചു, മോദി വന്നില്ല. എന്തുകൊണ്ടായിരിക്കും മോദി ചെല്ലാത്തത്? ഇത്തരത്തിലുള്ള അവസരങ്ങളൊന്നും മോദി പാഴാക്കാത്തതാണല്ലോ. എന്തായിരിക്കും അതിന്റെ പിന്നിലെ മോദിയുടെ മനസ്സിൽ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു. അതില് മെലോണി നരേന്ദ്രമോദിയോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളാകാൻ ശ്രമിക്കുകയാണ്, നിങ്ങൾക്ക് വേണ്ടി പഠിക്കുകയാണ്. അപ്പോ നരേന്ദ്രമോദി ഇങ്ങനെ തംസപ്പ് ഉയർത്തി കാണിക്കുന്നുണ്ട്, അങ്ങനെ വേണം എന്ന് പറയുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട്. ഈ ട്രംപ് ഒരിക്കലും ഒരു നല്ല രാഷ്ട്രീയക്കാരനെ അല്ല. നരേന്ദ്രമോദി, അതായത് ട്രംപ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡന്റിന്റെ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ പോലും ട്രംപിന് അറിയില്ല. നമ്മുടെ നാട്ടിലെ ഏരിയ സെക്രട്ടറിയോ ഇല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ മണ്ഡലം പ്രസിഡന്റുമാരെ ഒക്കെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നന്നായിരിക്കും. കാരണം പൊളിറ്റിക്കലായിട്ട് അയാൾക്ക് അറിയില്ല. അപ്പം ആ ഒരു പൊളിറ്റിക്കൽ കളരിയിലെ തമ്പുരാനാണ് അവിടെ ചെന്നിരിക്കുന്നത്. അതായത് ട്രംപൊക്കെ LKG പഠിക്കുമ്പോൾ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്ന വ്യക്തിയാണ് അവിടെ ചെന്നിട്ട്. അയാളുടെത്താണ് ട്രംപ് വേറെ ഇറക്കാൻ ചെന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കാനഡയിൽ നിന്ന് മടങ്ങുമ്പോൾ ഒന്ന് അമേരിക്കയിൽ ഒന്ന് ഇറങ്ങി തങ്ങിയിട്ട് പോകൂ. കാരണം ഇതിനു മുമ്പ് ശരിയാണ് ധനുഷ് പറഞ്ഞത്, ഒരു മുന്നറിയിപ്പുമില്ലാതെ അപ്രതീക്ഷിതമായിട്ട് പാകിസ്ഥാനിൽ പറന്നിറങ്ങിയിട്ടുള്ളതാണ് നരേന്ദ്രമോദി. നമ്മുടെ നവാസ് ഷെരീഫിന്റെ മകളുടെ കല്യാണത്തിനൊക്കെ ചെന്ന് അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ പങ്കെടുക്കുകയും അത് വൈറലാകുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. പക്ഷെ തന്ത്രപൂർവ്വം തന്നെ അത് ഒഴിവാക്കി. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ഒഫീഷ്യൽ വേറെ കാര്യങ്ങളുണ്ട്, എനിക്കത് പോയിട്ട് ഷെഡ്യൂൾ ചെയ്ത കാര്യങ്ങളാണ്, മാറ്റാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ട്രംപ് ചിന്തിക്കുന്നിടത്തല്ല മോദി പണി തുടങ്ങുന്നത് എന്നുള്ളതാണ്. അന്ന് അവിടെ മോദി ചെന്നിരുന്നെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ഇന്ത്യ നാണം കെട്ടുപോയാലും. ഒന്ന്, ട്രംപിന്റെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. ഈ പറഞ്ഞതും പറയാത്തതുമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഈ ട്രംപിന്റെ ഒരു പ്രധാന ഒരു ഡ്യൂട്ടി. അവിടെ അസീം മുനീർ ഉണ്ടായിരുന്നു. അസീം മുനീർ അവിടെ വെറുതെ എത്തിയതല്ല, ട്രംപ് വിളിച്ചു വരുത്തിയതാണ്. അപ്പോൾ ഈ മോദി അവിടെ ചെന്നിരുന്നു എങ്കിൽ ട്രംപ് പറഞ്ഞു വരുത്തിയതിന്, ഇല്ലെങ്കിൽ ട്രംപ് അസീം മുനീറിനെ ഒരുപക്ഷെ മോദിയുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേനെ. എന്നിട്ട് വേണമെങ്കിൽ ട്രംപ് പറയുമായിരുന്നു, ഞാൻ ഇവിടെ വെച്ച് പാകിസ്ഥാനും മോദിയുമായി ചർച്ച നടത്തി, ഇന്ത്യയുമായി ചർച്ച നടത്തി, പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നൊരു ഡീൽ അവരാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞെളിയാനായിട്ടായിരുന്നു അങ്ങേരുടെ പരിപാടി. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഈ അസീം മുനീറിനെ വിളിച്ചു വരുത്തിയെന്ന് അറിയാവോ? അത് ഞാൻ രണ്ടാമത് പറയാം. ഇനി അടുത്തൊരു സംഭവം കൂടി വന്നേനെ. മോദി പോയതിന്റെ പുറകിന് തന്നെ ട്രംപ് പറയും, മോദി പറഞ്ഞു ഇറാനെ ആക്രമിച്ചോ, ഇറാൻ വലിയൊരു ഭീകര രാജ്യമാണെന്ന്, ഇന്ത്യയുടെ പിന്തുണ ഞങ്ങൾ നേടിയെടുത്തു എന്ന് പറയും. ഇത് രണ്ടാമത്തെ കാര്യം. ഇത് നന്നായിട്ട് തന്നെ മോദിക്ക് അറിയാം. അതായത് ആ വഴിക്ക് പോകണ്ട എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം. അത് മാത്രമല്ല, മോദി ട്രംപിനോട് ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്തു, വരൂ ഇന്ത്യയിലേക്ക് താങ്കൾക്ക് വരാം എന്ന് ക്ഷണിക്കുകയും കൂടി ചെയ്തു. ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ അതായത് ട്രംപ് മോദിയുടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ട. അദ്ദേഹം ശരിയാണ്, വലിയ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന അമേരിക്കയൊക്കെ ആയിരുന്നെങ്കിലും മോദി വേറെയാണ്. ഇന്ന് ലോകത്ത് തന്നെ ഇത്രയും തന്ത്രശാലിയായ ഒരു ഭരണാധികാരി ഇന്ന് ലോകത്ത് വേറെ പകരം വെക്കാനില്ല, ഒരു പകരക്കാരനില്ല എന്നുള്ളതാണ്. അവിടെയാണ് ട്രംപ് ഈ നാഴിക്കകത്ത് നാഴി കയറ്റാൻ ചെല്ലുന്നത് എന്നുള്ളതാണ് വളരെ കൗതുകകരമായ കാര്യം. അത് മാത്രമല്ല, അവിടുന്ന് ഇറങ്ങുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി 34 മിനിറ്റ് നേരം ട്രംപുമായി സംസാരിച്ച ഫോൺ കോളിന്റെ ഡീറ്റെയിൽസ് പരസ്യമായി പറയുകയും ചെയ്തു. ഇതിനകത്ത് വ്യാപാരവും ഞങ്ങളുടെ അടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അടി ഇനിയും കൊടുക്കും ഭീകരവാദം ചെയ്തു കഴിഞ്ഞാല്. അത് അവര് കാര്യം പിടിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. ട്രംപിനോ ഗിംപിനൊന്നും ഇതിനകത്ത് യാതൊരു മധ്യസ്ഥ ചർച്ചകൾക്ക് ഞങ്ങൾ ഇനി ആരെയും ഉൾപ്പെടുത്താറുമില്ല, ഞങ്ങളുടെ നയമാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ, അത് അങ്ങനെ തന്നെ പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഏതായാലും അതിനുശേഷം ട്രംപ് പിന്നെ മലക്കം പറഞ്ഞു, ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പൊ പിന്നെ മലക്കം പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു, ഇല്ല ഞങ്ങൾ പാകിസ്ഥാനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ യുദ്ധം അവസാനിപ്പിക്കണം, ഇന്ത്യയോട് പോയി സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ മാന്യമായി പറഞ്ഞു. ഇനി അസീം മുനീറിനെ എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഇറാനുമായിട്ട് ഒരു ആക്സസ് ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഒരു വലിയ രീതിയിൽ യുദ്ധം തുടങ്ങുകയാണെങ്കിൽ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ, പ്രത്യേകിച്ച് വ്യോമ താവളങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു അനുമതി കൂടിയാണ് അസീം മുനീറിൽ നിന്ന് ട്രംപ് വാങ്ങിയത്. ട്രംപ് വിളിച്ചിരുത്തി റൂമിനകത്ത് കഥ കടച്ചു. അതല്ല, ഇവർക്ക് യൂസ് ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അത് അവരുടെ പ്രധാനത്തിൽ ഈ ഇറാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇവർക്ക് വ്യോമത്താവളങ്ങളുണ്ട്. അപ്പൊ അത് സജീവമാക്കണം. ഒപ്പം തന്നെ ഇവർക്ക് ഫ്ലൈറ്റുകൾ വന്നിട്ട് ഇവർക്ക് ഇറാനെ അടിക്കാൻ പോകുന്നിട്ടുള്ള. അപ്പം വിളിച്ചു വരുത്തിയത് എന്തിനാണ്? വലിയ ചർച്ചകൾക്കൊന്നുമല്ല, വിളിച്ചു കയറ്റിയ ഒരു റൂമിലാണ്, അടച്ചിട്ട മുറിയിലെ അത്താഴ വിരുന്നെന്നാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങൾ പറയുന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പബ്ലിസിറ്റി ഈ വാർത്തയ്ക്ക് കൊടുത്തിട്ടില്ല മുനീർ പോയതിനെ കുറിച്ച്. കാരണം പാകിസ്ഥാനികൾക്ക് അറിയാം എന്തിനാണ് ഈ മുനീറിനെ ഇപ്പൊ വിളിപ്പിച്ചിരിക്കുന്നത്. കാരണം മുനീറുമായിട്ട് ഈ ട്രംപിന്റെ മകനുമൊക്കെ ഒരു ബിസിനസ് ഡീലുണ്ട് ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതിന്റെ എഗ്രിമെന്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതവിടെ പൊടിപിടിക്കുന്നുണ്ട്. ഇപ്പൊ വിളിച്ചു വരുത്തിയിട്ട് അടച്ചിട്ട മുറിയിലാണ് അത്താഴ വിരുന്ന് കൊടുത്തത്. അത്താഴ വിരുന്നിനിടെ കാര്യം പറഞ്ഞു, ഉണ്ടോണ്ടിരുന്നപ്പോ കാര്യം പറഞ്ഞു, അതായത് ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വ്യോമത്താവളങ്ങളൊക്കെ ഉപയോഗിക്കും, അതിനുള്ള ഹെൽപ്പ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ട്രംപ് എന്താണ് പറയുന്നത്? ഇറാനെ ഏറ്റവും നന്നായി അറിയാവുന്ന രാജ്യമാണ് പാകിസ്ഥാൻ, അവരെക്കാളും നന്നായി അറിയാവുന്ന വേറെ ആരുമില്ല എന്ന്. അതിനർത്ഥം എന്താണ്? ഇറാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ ആണ് ഈ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക താവളമാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെയാണ് വിളിച്ചു വരുത്തിയത്. ഏതായാലും നമ്മുടെ രാജ്യവും രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അനുമോദിയുടെ തന്ത്രപരമായ നീക്കത്തിലൂടെ നമ്മുടെ രാജ്യത്ത്, ഇല്ലെങ്കിൽ നാണം കെടുത്തി വിട്ടേനെ. ഒന്ന് ഈ ട്രംപിന്റെ സ്വഭാവം കോൺഗ്രസ് ഒക്കെ എന്തോ പറഞ്ഞു തല കെട്ടിയ അവന്മാര്. അപ്പം വിളിച്ചോണ്ട് വരും, മുനീറിനെ വിളിച്ചോണ്ട് വരും. കാരണം മുനീർ അവിടെ പോയി കിടക്കുന്നത് പിന്നെ ഒരു ഭരണാധികാരിയായിട്ടൊന്നുമില്ല, പാകിസ്ഥാന്റെ ഇവരുടെ ഒരു സാമന്ത രാജ്യത്തിലെ ഒരു സൈനിക മേധാവി അവിടെ വരുന്നു. വിളിക്കുമ്പോ വരും. അവിടെ ട്രംപിനെ കാണാൻ പറ്റിയില്ല. 3 ദിവസമായിട്ട് ഈ പോയിട്ട് മുനീർ അവിടെ റൂം എടുത്ത് മീൻസ് അവിടെ താമസിക്കുകയാണ്. ചെന്നപാടൊന്നും അവിടെ സ്വീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നപാട് ട്രംപ് ഓടി വന്നതുമില്ല സംസാരിക്കാൻ. ട്രംപ് കാനഡയിലൊക്കെ പോയി തിരിച്ചു വന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിച്ച് വരുത്തി ചർച്ച നടത്തിയത്. അടച്ചിട്ട മുറിയിൽ ചർച്ച എന്ന് പറയുമ്പോൾ രഹസ്യമായിട്ടൊരു ചർച്ചയായിരിക്കുമല്ലോ നടക്കുന്നത്. അല്ലെങ്കിൽ തുറന്നിട്ട റൂമില് ഈ വിരുന്നാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ട്, ലോക നേതാക്കൾക്ക് വിരുന്ന് കൊടുക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദിക്കൊക്കെ റഷ്യൻ പുട്ടിനൊക്കെ വിരുന്ന് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് അവർ ടേബിളില് എല്ലാവരും കൂടി ഇരുന്ന്, അവരുടെ ഫാമിലികളും എല്ലാം ഇരുന്ന്, അവരുടെ മറ്റ് സ്റ്റാഫുകളും ഇരുന്ന് വളരെ സന്തോഷപൂർവ്വം കഴിയും വിഷ്വൽസ് ആണ് നമ്മൾ കണ്ടത്. അടച്ചിട്ട മുറിയിലെ അത്താഴം എന്ന് പറയുമ്പോൾ തന്നെ ഭക്ഷണം കൊടുക്കുന്നു, കൊടുത്തിട്ട്
വന്നിട്ട് പറയുന്നു നീ ഇവിടെ പോകണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഇന്ത്യയുമായിട്ട്, പിന്നെ നമ്മുടെ കച്ചവടം പൊടി പൊടിക്കും, അത് ഞാൻ നോക്കിക്കോളാം. അതാ പാകിസ്ഥാനോടുള്ള കച്ചവടം എന്ന് പറയുമ്പോൾ മുനീറോടുള്ള കച്ചവടമാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇറാന് വേണ്ടിയിട്ടുള്ള ഇറാനെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുമ്പോൾ വേണ്ട സഹായം ചെയ്യണം. ഇതാണ് അവിടെ നടന്നത്. ഇവിടെ പലരും മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ട്രംപ് കയറി കഴിഞ്ഞപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞത് ട്രംപിന്റെ മുമ്പിൽ മോദി മുട്ടിലഴയും. മോദി എങ്ങും മുട്ടിലിഴയാൻ പോകുന്നില്ല. അദ്ദേഹത്തെ കണക്ക് ഒരു തന്ത്രശാലി ഭരണാധികാരി വേറെ എങ്ങുമില്ല. ഏതായാലും മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ അല്ല ട്രംപ്. ഏറ്റവും കഴിവ് കുറഞ്ഞ ഒരാളായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ നിലപാടുകൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിനിടയ്ക്ക് മറ്റ് പ്രസിഡന്റുമാരാണെങ്കിൽ അവർ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോകും. ഇദ്ദേഹത്തിന് നിലപാടെടുക്കാനുള്ള വൈമുഖ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് പേഴ്സണലായിട്ട് കുറെ ബിസിനസ് താല്പര്യങ്ങളുണ്ട്. അതാണ് ഇതിന്റെ പ്രശ്നം. ഈ അമേരിക്കയുമായിട്ടുള്ള ബിസിനസ് താല്പര്യമല്ല, ഇദ്ദേഹത്തിന്റെ കുറെ പേഴ്സണൽ താല്പര്യങ്ങൾ പലയിടത്തുമുണ്ട്. അതിന് കോട്ടം തട്ടുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് പുള്ളി. ഏതായാലും ഇപ്പൊ പൊളിഞ്ഞടുക്കി. പണ്ട് ധനുഷ് പറഞ്ഞതുപോലെ ഒരിക്കൽ കൂടി ഞാനത് ആവർത്തിക്കുന്നു. ഒരു യുദ്ധം തീർക്കാൻ പോയ ട്രംപ് ഇപ്പോൾ 3 യുദ്ധത്തിന്റെ നടുക്ക് നിൽക്കുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം തീർക്കാനായിട്ട് പോയ ആളാണ്. ഇപ്പൊ ഇന്ത്യ പാക് അടി കഴിഞ്ഞു. അതിനിടയ്ക്ക് ഇപ്പൊ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി 8 കാലി മമ്മൂഞ്ഞിന്റെ റോളിലേക്കാണ് പോകുന്നത്. ഇനി വലിയൊരു നാണക്കേട് ട്രംപിനെ കാത്തിരിക്കുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ തകർത്തില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പണി കിട്ടും. കാരണം പിന്നെയും നാറും ട്രംപ്. ഇതിനിടയിൽ ട്രംപ് കാണിച്ചൊരു വലിയ കുരുത്തക്കേടുണ്ട്. അതാണ് ഇപ്പോഴത്തെ വലിയ വാർത്ത. അതായത് ഈ സിറിയയിൽ നിന്ന് അവരുടെ സൈനികരെ മുഴുവൻ പിൻവലിച്ചു അമേരിക്കയുടെ. ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, സിറിയയിൽ പുതിയതായിട്ട് കയറ്റിയ ഭരണാധികാരികളെ ഭയക്കുകയാണ് ഇപ്പോൾ ഈ സൈന്യം പോയപ്പോഴും. അതായത് അമേരിക്കയുടെ സൈനികർ പോയതോടുകൂടി ISIS അവിടെ പിടിമുറുക്കാൻ തുടങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത് സിറിയയില്. അതായത് ഈ അളിയൻ പോയിട്ട് അവിടെ പുതിയൊരു ഭരണാധികാരിയും കയറ്റി ഫുള്ള് സപ്പോർട്ടും കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് അവരുടെ സൈന്യത്തെ, പ്രൊട്ടക്ഷനുള്ള സൈന്യത്തെ മരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത എന്താണെന്ന് പറയുമ്പോൾ ഈ ഇറാനിലെ പ്രശ്നം തീർന്നു വരുമ്പോൾ സിറിയ ചിലപ്പോൾ പല പ്രദേശങ്ങളും ISIS കടന്നു കയറി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. പുള്ളിക്ക് ഒരു വാല്യമേ തീ പിടിച്ച അവസ്ഥയിലാണ് ഇദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സൈഡിൽ പുള്ളി എങ്ങനെങ്കിലുമൊക്കെ ബിസിനസ് ഒക്കെ തുരക്കൂട്ടിയെടുത്ത്, സ്വന്തം ബിസിനസ്സും അമേരിക്കയുടെ ബിസിനസ്സും തുരക്കൂട്ടിയെടുത്തുകൊണ്ട് സാമ്പത്തിക ശക്തി ആ ഒരു ഇതിൽ നിലനിർത്താനും മുന്നേറ്റം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു. മറുഭാഗത്താകട്ടെ തന്റെ കൺട്രോളിൽ എല്ലാവരും വരണമെന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ ചെറിയ ചെറിയ കുഞ്ഞൻ രാജ്യങ്ങൾ പോലും തലക്കിട്ട് ചൂണ്ടിയിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ. ഇതിനിടെയാണ് പുള്ളിയുടെ പുതിയ കെണി. കാനഡയിൽ നിന്ന് മടങ്ങുമ്പോ ഇതുവഴി വരുമോ എന്ന് ചോദിച്ചത്. ഏതായാലും അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ചിരി വന്നു. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു നേതാവ്, ഇന്ത്യ പോലെ ശക്തമായ രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു ഇടം, 140 കോടി ജനമുള്ള, ആ 140 കോടി ജനം എന്ന് പറഞ്ഞ വിഘടനവാദികളും ഭീകരവാദികളും അടക്കമുള്ള ഒരു ജനം, ഈ ജനത്തിന്റെ ഒക്കെ കല്ലേറുകളും എതിർപ്പുകളും നേരിട്ട് കൊണ്ട് രാഷ്ട്രീയത്തിൽ കയറി വന്ന തന്ത്രശാലിയായ ഒരു നേതാവാണ് അദ്ദേഹം. ആ നേതാവിന്റെ അടുത്താണ് ഈ ഇങ്ങേര് പോയിട്ട് കാണിക്കുന്ന അഭ്യാസം വന്നിട്ട് പോകുമെന്നൊക്കെ ചോദിക്കുന്നത്. അത് സത്യത്തിൽ കേട്ടപ്പോ തന്നെ നമുക്ക് ചിരിയാണ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നാഴികേറ്റരുത് നമ്മൾ പറയും. അതെ അതെ, ഈ അടവൊക്കെ ഞാൻ പണ്ടേ കണ്ടതാണ്. നീ പുതിയത് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത് ഇതല്ല, ഇതിന്റെ അപ്പുറം. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കാണാത്ത ആൾക്കാരില്ലല്ലോ. കലാപം കണ്ടിട്ടുണ്ട്, പിടിച്ചോറിക്കാരെ കണ്ടിട്ടുണ്ട്, പോക്കറ്റ് അടിക്കാരെ കണ്ടിട്ടുണ്ട്, കാല് വരുന്നവന്മാരെ കണ്ടിട്ടുണ്ട്, കൂടെ നിന്ന് കുതികാല് വെട്ടുന്നവന്മാരെ കണ്ടിട്ടുണ്ട്, വിളിച്ചു വരുത്തി ചതിക്കുന്നു, ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പോരാത്തതിന് ഇന്ത്യയിൽ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അമേരിക്കയിൽ ആപ്പാടെ 2 പാർട്ടിയേ ഉള്ളൂ. ഇവിടെ എത്ര പാർട്ടിയാണ്? ഇവിടെ ആയിരക്കണക്കിന് പാർട്ടികളാണുള്ളത്. ആ ആയിരക്കണക്കിന് പാർട്ടികളെ കൂടെ നിർത്തി അവന്മാർ ആരോപണ ശരങ്ങളെല്ലാം കേട്ട് അതിനെല്ലാം മറുപടി പറഞ്ഞ് ഇത്രയും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച്, പോരാത്തതിന് എണ്ണിയാ തീരാത്തത്ര ജാതി, ഉപജാതി, ആ ജാതികളും ഉപജാതികളെല്ലാം കൺവിൻസ് ചെയ്ത് ഹിന്ദുക്കളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാമെങ്കിൽ പൊന്നുമോനെ ട്രംപേ, ഈ അടവ് ഇങ്ങോട്ട് എടുക്കുന്നില്ല എന്നാ എനിക്ക് മോദി ഉദ്ദേശിച്ചത്. അപ്പൊ എന്തായാലും അത് ചീറ്റി കഴിഞ്ഞപ്പോ ഇപ്പൊ പുള്ളി നേരെ വന്നിട്ടുണ്ട്. ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, 2-3 ദിവസത്തിനുള്ളിൽ ഈ ഇറാനെതിരെ അറ്റാക്ക്. കാരണം ഒന്നാമത്തെ കാര്യം, ഇസ്രായേലിന്റെ പക്കലുള്ള ആയുധ ശേഖരം കുറഞ്ഞു തരുന്നു എന്നാണ് ഇന്റർനാഷണൽ മീഡിയാസ് പറയുന്നത്. കാരണം അവരുടെ പക്കലുള്ള മിസൈൽ ശേഖരം കുറഞ്ഞു വരുന്നുണ്ട്. അവർക്ക് ഇനി അധികം നാൾ മിസൈൽ ശേഖരമായിട്ട്, ഈ ഇപ്പൊ ഉള്ള മിസൈലുമായിട്ട് അധികം നാൾ ഇവർക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിനിടയ്ക്ക് അമേരിക്ക ഹെൽപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ തുടങ്ങി വെച്ച യുദ്ധം ചീറ്റിപ്പോകുന്നു മാത്രമല്ല, ഈ ചുമ്മാതിരുന്ന എവിടേക്കോ ചുണ്ണാമ്പ് തേച്ച പ്രതീതി വരും. കാരണം ഉറങ്ങിക്കിടന്ന ഇറാനെ വീണ്ടും തോണ്ടി, ഈ പാമ്പിനെ നമ്മൾ പറയുമല്ലോ, പാമ്പിനെ നോവിച്ചു വിടരുത് എന്ന് പറഞ്ഞാൽ, ചുമ്മാതിരുന്ന ഇറാനെ ചൊറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവന്മാർ വെറുതെ ഇരിക്കത്തില്ല. അവന്മാര് തമ്മിൽ ഇപ്പൊ ആ ഇറാനെ സംബന്ധിച്ച് ഖമേനിക്കെതിരെ ഒരു വലിയ വികാരം അവിടെ ഉണ്ട്. ഇപ്പൊ ആ വികാരം പതുക്കെ മാറും. ഇതിലൊരു പെട്ടെന്നൊരു സമാപനം ഉണ്ടായില്ലെങ്കിൽ ജനം പതുക്കെ തിരിയാൻ തുടങ്ങും. ജനം പതുക്കെ ഈ പാശ്ചാത്യ ശക്തികൾക്കെതിരെ തിരിഞ്ഞാൽ വലിയ പണി കിട്ടും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതുണ്ട്. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന ഒരു ക്യാമ്പയിൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? ഇറാനിലെ അല്ല ഞാൻ പറയുന്നത്, GCC അടക്കമുള്ളത് എങ്ങനെ ഇരിക്കും? കോളയും കീളയും അടക്കം അങ്ങ് പോകും.
അതാണ് അവസ്ഥ അതിനകത്ത്. ഇപ്പം ഇത് മുമ്പ് ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഒരു ബഹിഷ്കരണ ജമാഅത്ത് ഇസ്ലാമി നടത്തിയിട്ടുണ്ടായിരുന്നു ഗൾഫില്. അതെനിക്ക് തോന്നുന്നത് കുറെ വർഷം മോദി കയറിയതിനു ശേഷമാണ് അങ്ങനെ നടത്തി നമ്മുടെ കുറെ ഉൽപ്പന്നം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇത് വരുന്നില്ല. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയാണ് അവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവന്റെ സാധനങ്ങളാണ് അവിടെ പോകുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു ഒഫീഷ്യൽ ആയിരുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതൊക്കെ കുറച്ച് എഫക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒന്നും വന്നു കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റ് മാത്രമല്ല പല കൺട്രീസിലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പണിപാളിപ്പോ. അപ്പൊ അതുകൊണ്ട് തീർക്കണം. ഏതായാലും ട്രംപിനെ സംബന്ധിച്ച് വട്ടുപിടിച്ച് നടക്കണം. ഒരു സൈഡിൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു ഒരു ഭാഗത്ത്, അതിനിടയ്ക്ക് ഇന്നലെ മറ്റൊരു ഉടപ്പോടെ നടന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. പുട്ടിന്റെ പ്രസ്ഥാനം വന്നല്ലോ ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം. അപ്പൊ ട്രംപ് പറഞ്ഞത് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം തീർക്കുക, എന്നിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാതെ. അവിടെ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തത്തിൽ പുള്ളി ആകെപ്പാടെ കിളി പോയി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ ഇടയ്ക്കാണ് പുള്ളി ഈ ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം ഉള്ള രീതിയിലാണ് ഈ ഒരു ക്ഷണവും 34 മിനിറ്റുള്ള സംഭാഷണം ഒക്കെ ആയിട്ട് പോകുന്നത്. എന്നിട്ട് ഇന്നലെ ഒരു ഡയലോഗ് അടിച്ചു, ട്രംപ് നല്ലൊരു നേതാവാണെന്ന് കൂടെ പുള്ളി പറഞ്ഞു. കാരണം പുള്ളിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, നമ്മുടെ ധാരണകളൊക്കെ വളരെ തെറ്റാണ്, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് മെലോണി പറഞ്ഞത് കണക്ക് ഞാൻ നിങ്ങളാകാൻ ശ്രമിച്ചുകൊണ്ടാണ്, നിങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പല കാര്യങ്ങൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ട്രംപിന് അത്രയും പോലും ഇല്ല, മെലോണിയുടെ അത്രയും പോലും എനിക്കില്ലെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് കുറച്ച് ബിസിനസ് ടാക്ടിക്സും പിന്നെ എന്താ പറയുക ആളുകളെ കൂട്ടിയിട്ട് ഇങ്ങനെ ഈ വികാരം ഉണ്ടാക്കാനുള്ളൊരു പ്രസംഗങ്ങളുമാണ് പുള്ളിയെ പലപ്പോഴും ഹിറ്റാക്കിയത്. ആ തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ പുള്ളി ഭയങ്കരമായിട്ടുള്ള ഓഫറുകളാണ് കൊടുത്തത്. ഇറാനെ തകർക്കും, ജിഹാദികളെ ഇല്ലാതാക്കും, അങ്ങനെ കുറച്ച് ഓഫറുകളുടെ പുറത്തും കൂടിയാണ് ഒരു വലിയ ആവേശത്തിൽ വോട്ടുകൾ വന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ കാണുന്ന ജിഹാദികളുമായിട്ടുള്ള ഇടപഴകുന്ന പിന്നെ ട്രംപിനെയാണ്. അവരുടെ മാധ്യമങ്ങളിൽ തന്നെ തലക്കെട്ട് കൊടുത്ത വിമാനം വാങ്ങിയപ്പോൾ തലക്കെട്ട് കൊടുത്തത് പാൻഡിട്ട ജിഹാദിയുടെ കയ്യിൽ നിന്ന് വിമാനം വാങ്ങിയ ട്രംപ് എന്നാണ്, തീവ്രവാദി എന്നാണ് അവര് തന്നെ കൊടുത്തത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ആളാണ്. പക്ഷെ എനിക്കിത് വളരെ രസകരമായിട്ട് തോന്നി. എനിക്ക് തോന്നി ഈ ഒരാഴ്ചത്തെ ടെൻഷൻ നിറഞ്ഞ വാർത്തകളുടെ വളരെ കൗതുകവും രസകരവുമായ ഒരു എപ്പിസോഡായിരുന്നു ഈ 34 മിനിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു വിശേഷ, താങ്ക് യു സോ മച്ച്.